നമ്മുടെ വീട്ടിലത്തെ ഓറഞ്ചാണ് ഞാൻ കാണിച്ചു തരുന്നത്. നിറച്ച് ഓറഞ്ച് ഉണ്ടാവും. 365 ദിവസവും നമ്മുടെ ഈ ഓറഞ്ച് ടൈം ഓറഞ്ച് ഉണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ഓറഞ്ച് തൈ അല്ല, നമുക്ക് 3 ഓറഞ്ച് തൈ ഉണ്ട്. അത് ഞാൻ കാട്ടിത്തരാം. ഇപ്പോൾ ഈ ഒരു ഓറഞ്ച് ടൈമിൽ തന്നെ നോക്കി നോക്കിയാൽ ചുറ്റും നടന്നു കഴിഞ്ഞാൽ അതേപോലെയാണ് ഓറഞ്ച്. അത് മാത്രമല്ല കേട്ടോ, ഇതിന് താഴെ തന്നെ തുടങ്ങും ഓറഞ്ച് ഉണ്ടാവില്ലേ. കണ്ടോ, ഇതൊക്കെ ഓറഞ്ചാണ്. ഓറഞ്ച് നമുക്കിങ്ങനെ കൈ കൊണ്ട് ഞാൻ തൊട്ട് കാണിച്ചു തരാം, അപ്പോൾ അറിയുള്ളൂ. കാരണം എല്ലാവരുടെ കളറും നമ്മുടെ ഓറഞ്ചിൻ്റെ കളറൊക്കെ ഒരേപോലെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഓറഞ്ച് തൈന് എപ്പോഴും നമ്മൾ ഓറഞ്ച് തൈ കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്ന കാര്യം ഓറഞ്ച് തൈക്ക് എന്തൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുക്കാറുള്ളതാണ്. നമ്മൾ എല്ലുപൊടി, ചാണകപ്പൊടി, അതേപോലെ തന്നെ കപ്പലണ്ടി പിണ്ണാക്ക്, നേർപ്പിച്ച വെള്ളം, ഇതൊക്കെ ഒഴിച്ച് കൊടുക്കെങ്കിലും കൂടിയിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മുടെ ഗോമൂത്രം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ ഓറഞ്ച് ഉണ്ടാവാനായിട്ട്. 5 വർഷമായിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഈ തൈ. അപ്പോൾ ഇത് മേടിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മൾ മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ നിന്നാണ് അന്ന് കിട്ടിയിട്ടുള്ളത്. ഇപ്പോഴൊന്നും ചോദിക്കുമ്പോൾ അവിടെ വരുന്നില്ല കേട്ടോ, അങ്ങനെയുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഈ ഒരു ഓറഞ്ച് തൈ മാത്രമല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടായാലും നമ്മളൊരു ഓറഞ്ച് തൈ ഇതാ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓറഞ്ച് തൈമ നോക്കുമ്പോൾ അറിയാം നമുക്കിതാ നിറച്ച് ഓറഞ്ചാണ്. ഈ ഓറഞ്ച് ആയാലും എന്താ താഴെ അടിയിൽ നിന്ന് തന്നെ കണ്ടോ ഉണ്ടായിട്ടുള്ളത്. ഇതും അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫുൾ അടി നിന്ന് മുകളിലേക്കൊക്കെ ആയിട്ട് നിറച്ച് ഓറഞ്ച് തന്നെയാണ് കേട്ടോ. ഇപ്പുറത്തേക്കൊക്കെ നീങ്ങി കഴിഞ്ഞാൽ നമുക്കറിയാം. കണ്ട ഓറഞ്ചാണ്. അപ്പോൾ ഇത് ഈ 2 ഓറഞ്ച് തൈ നിൽക്കുന്നത് നമുക്ക് അത്യാവശ്യം വെയിൽ ഏൽക്കുന്ന ഒരു സ്ഥലത്തായിട്ടാണ് കേട്ടോ. അപ്പോൾ തള്ളത്ത് നിൽക്കുന്ന ഒരു ഓറഞ്ച് തൈ ഉണ്ട്, അത് ഞാൻ കാട്ടിത്തരാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മളൊരു ഓറഞ്ച് പൊളിക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാം. സാധാരണ ഒരു ഓറഞ്ച് പൊളിക്കുന്ന മഞ്ഞ കളറല്ല നമ്മുടെ ഈ ഓറഞ്ചിന്. പക്ഷേ എല്ലാവരും ചോദിക്കും നമ്മളുടെ മുസാമ്പിയാണോ എന്ന്. അപ്പോൾ ഈ ഒരു ഓറഞ്ച് എന്ന് പറയുന്നത് ഇപ്പോൾ താഴെ വീണ് കിടക്കുന്നതാട്ടോ. അപ്പോൾ അതാട്ടോ ഞാൻ പൊളിച്ച് കാട്ടിത്തരണേ. ഈ ഓറഞ്ച് തൈ ഇങ്ങനെ ചാഞ്ഞിട്ട് ഇങ്ങനെ റോട്ടിലേക്കാണ് നിന്നിരുന്നത്. അപ്പോൾ കുറേ ഓറഞ്ച് തൈകൾ ഇങ്ങനെ വണ്ടികൾ പോകുമ്പോഴൊക്കെ കുറേ നഷ്ടപ്പെട്ടിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതേപോലെ വീണിട്ട് അന്ന് അങ്ങനെ വീണ് കിടക്കുന്നതാണ് ഞാനിപ്പോൾ ഈ ഓറഞ്ച്. കാരണം നമ്മൾ ഈ ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതുമ്പോൾ ഇങ്ങനെ പഴുക്കാൻ നിർത്തിയിട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല മഞ്ഞ കളർ കയറി വന്നിട്ട് പൊട്ടിച്ചിട്ട് നമ്മൾ കഴിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ ആ നേരം നമുക്ക് ഓറഞ്ച് കാണുമ്പോൾ തന്നെ അറിയാം, ചെറുതായിട്ടൊരു ഷെയ്ഡ് വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പൊട്ടിച്ച് വയ്ക്കും. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ താഴെ വീണ് കിടക്കുന്ന ഓറഞ്ച് തന്നെ എടുത്തിട്ട് പൊളിക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഈ ഒരു കളറായിട്ടാണ് ഇരിക്കുക നമുക്ക് നമ്മുടെ ഓറഞ്ച്. അപ്പോൾ എല്ലാവരും പറയും ഇത് മുസാമ്പി ആണോന്നോ. ഒരിക്കലും മുസാമ്പി അല്ല കേട്ടോ. നമുക്കിത് സുഖമായിട്ട് ഇങ്ങനെ അല്ലി തിരിച്ചിടേ ഇതേപോലെ എടുക്കാം. അത് മാത്രമല്ല ഭയങ്കര നീരുമാണ്. നമുക്ക് കഴിച്ച് കാട്ടിത്തരും ചെയ്യാം ഞാൻ. നല്ല മധുരവും. അത് കണ്ടോ, നമുക്ക് നീര് നോക്കിയാൽ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒറ്റി വീണ പോലെ നീര്, അതേപോലെയാണ് നീര്. കണ്ടോ, സുഖമായിട്ട് ഇങ്ങനെ അല്ലികൾ തിരിച്ചെടുക്കാം കേട്ടോ.